ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ എന്തായാലും ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക, സന്തോഷവതിയായിട്ടും സന്തോഷവാനുമായിട്ടും ഇരിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഫുജറയ്ക്കാണ് പോകുന്നത് സുഹൃത്തുക്കളെ. ഇന്നത്തെ വ്ളോഗ് അതാവട്ടെ, ഇന്നത്തെ എപ്പിസോഡും അതാവട്ടെ സുഹൃത്തുക്കളെ. നമുക്ക് നേരെ ഇനിയിപ്പം പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഫുജറയ്ക്ക് പോവുക. ഫുജറയിൽ കുറച്ച് ഡെലിവറി ഉണ്ട്, നമുക്ക് അവിടെ പോകുന്ന വിശേഷങ്ങളും അവിടുത്തെ കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ റെഡി ബൈ. പാവമാണ് റെഡി ബൈ. രാവിലെ പാലൊക്കെ കുടിച്ചാണ് എൻ്റെ കൂടെ പറഞ്ഞത്. അവിടെ എനിക്ക് ആപ്പിളൊക്കെ കൊണ്ടുവന്ന് ആപ്പിളൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് പോണേ ഗൈസ്. ഈ വണ്ടിയിൽ നിന്ന് പോയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യും സുഹൃത്തുക്കളെ. നമ്മൾ എന്നിട്ട് നേരെ അവിടുത്തെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് വരുന്നതും നമ്മളെങ്ങനെ വരുന്ന സ്ഥലങ്ങൾ, ഞാൻ ഓരോ സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം സുഹൃത്തുക്കൾ. ഇന്നത്തെ വലിയൊരു എക്സ്പീരിയൻസ് ദിവസമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുഹൃത്തുക്കളെ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി അമർത്തുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അങ്ങനെ ഞാൻ കമ്പനിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് ഫുജറയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. പോണ വഴിക്ക് വണ്ടിയിൽ ഡീസൽ കുറവാണ്, അപ്പോൾ ഡീസൽ അടിച്ചിട്ട് പോകാം. ഇവിടുത്തെ ഡീസൽ എങ്ങനെ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്കൊക്കെ ചിപ്പാണ്. ചിപ്പ് മീൻസ് നമ്മൾ പെട്രോൾ പമ്പിൽ പോവുക, ഡീസലിൻ്റെ ഇതെടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കുക. ഓട്ടോമാറ്റിക് സ്കാനിങ് ആയി പെട്രോൾ വരും. പെട്രോൾ ഡീസൽ ഫില്ലാവും, വണ്ടിയിൽ ഓട്ടോമാറ്റിക് ഫില്ലാവും. നമ്മൾ ഒന്നും ചെയ്യേണ്ട, പൈസ കൊടുക്കാൻ വേണ്ട, ഒന്നുമില്ല. ഓട്ടോമാറ്റിക് പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് മീൻസ് മന്ത്ലി കമ്പനിക്ക് ഡയറക്റ്റ് പോകും. അതാണ് സെറ്റപ്പ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് ഡീസൽ അടിക്കാനാണ്. കഴിഞ്ഞ ദിവസം എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ഡീസലൊന്നും അടിച്ചില്ല. ഇതാണ് അട്രോക്ക് പെട്രോൾ പമ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്യാം. നമ്മൾ ഡീസലിൻ്റെ ഇവിടെയാണ് പറഞ്ഞത്. ഇത് ഓപ്പൺ ആക്കുക, ഇത് ഓപ്പൺ ആക്കുക, വയ്ക്കുക, എന്നിട്ട് നേരെ ഡീസലിൻ്റെ ഇതെടുക്കുക, ഓപ്പൺ ആക്കുക, ഓട്ടോമാറ്റിക് ഫില്ലാവുന്നത് കണ്ടാ. അത്രയേ ഉള്ളൂ സംഭവം. ഓട്ടോമാറ്റിക് അത് ഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക് നിൽക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഓട്ടോമാറ്റിക് ഓഫായിട്ടുണ്ട്. ഫുള്ളാകുമ്പോൾ ഇത് നേരെ എടുത്ത് ഇവിടെ വയ്ക്കുക. നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുക, ലോക്ക് ചെയ്യുക. കഴിഞ്ഞ് പെട്രോൾ ഫില്ലായി. നല്ല കണക്ക്. നമുക്ക് ചേട്ടാ 50 രൂപയ്ക്ക് അടിച്ചു തരുമോ ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് വരിക, അടിക്കുക, പോവുക, പരിപാടി കഴിഞ്ഞ്. അപ്പം നമുക്ക് നേരെ ഫുജറയ്ക്ക് പോകാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. ഇത് ദെയ്ദിലോട്ട് പോകണ റോഡാണ് സുഹൃത്തുക്കളെ. നമ്മൾ ദെയ്ദിൽ പോയിട്ട് വേണം, പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ മസാഫി കണക്ട് ചെയ്ത് അവിടെ നിന്ന് നേരെ ഫുജറയ്ക്ക് പോകണം. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം ആ വീഡിയോ. അത് ഇതിപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ദെയ്ദിലോട്ട് പോകാൻ. അങ്ങനെ നമ്മൾ ദെയ്ദ് എത്തിയിരിക്കുകയാണ്. ദെയ്ദിൽ ഇതാണ്ട് നമ്മൾ ദെയ്ദ് എത്തിയിട്ടുണ്ട്. റൗണ്ട് ഔട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഗായ്സ് ഇനിയിപ്പോൾ നേരെ മസാഫിക്കാണ് പോകുന്നത്. ഇതാണ് ദെയ്ദ് റോഡ്, ഇതാണ് ദെയ്ദ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ മസാഫിക്ക് പോവുക. മസാഫിൽ നിന്ന് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറിൻ്റെ ഡെലിവറി അവിടെ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് നേരെ ഇനിയിപ്പം ഫുജറയ്ക്ക് പോവാം സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് നേരെ ദെയ്ദ് അല്ല, ഇനി നേരെ മസാഫി എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. മസാഫി പറഞ്ഞിട്ട് ഇതാണ് ദെയ്ദ് കേട്ടോ. ദെയ്ദ് ഏകദേശം കാര്യം നമ്മുടെ ദെയ്ദ് കഴിയാറായി. ഇനി അടുത്ത മസാഫിയിലോട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഫുള്ള് മലയാണ്, അപ്പുറവും ഇപ്പുറവും മലയാണ്. ഈ മലയുടെ സെൻറ്റർ അവർ റോഡാക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും പൊളിച്ചാണ് അവർ റോഡ് പണിതിരിക്കണം. ഫുജറയിലേക്ക് ഉള്ള റോഡ് പണിതിരിക്കണം, അങ്ങനെയാണ്. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണല്ലേ പാറ പൊളിച്ച് റോഡ് വരെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. രണ്ട് സൈഡും മലയാണ്, രണ്ട് സൈഡും. അത് 3-4 കിലോമീറ്റർ ഒന്നും അല്ല, ഇങ്ങനെ നീണ്ട് കിടപ്പുണ്ട്. ഒരു 10, 15, 20 കിലോമീറ്റർ അങ്ങനെ നീണ്ടാണ്. 20 കൂടുതലുണ്ട്.
കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ വെറൈറ്റി ചായകൾ ഒരുപാടുണ്ട് ചേട്ടാ. ഒരുപാട് ചായകളുണ്ട്. 2 ചായ ഓർഡർ ചെയ്ത് രാവിലെ ഒന്നും കഴിച്ചില്ല, സമയമില്ലായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് രാവിലെ ഒന്നും കഴിപ്പൊന്നുമില്ല. ഓട്ടമാണ്, നല്ല തിരക്കാണ്. അപ്പം നീ എന്താ വെച്ചാൽ ഒരു ചായയും കുടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് വിടാം. നമ്മളെ നാട്ടിലെ കണക്ക് ഇറങ്ങിപ്പോയി പറയുന്നും വേണ്ട, അവർ തന്നെ കൊണ്ട് നമുക്ക് തരും വണ്ടിക്കകത്ത്. നാട്ടിലെ കണക്ക് ഇറങ്ങിപ്പോയി ചായ പറഞ്ഞ് അവിടെ പോയി വാങ്ങിച്ച് കുടിക്കണമെന്നൊന്നുമില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ മസാഫി എത്തിയിട്ടുണ്ട്. ഈ റോഡ് സ്ട്രെയിറ്റാണ് പോയാൽ നമുക്കിനി ഫുജറയ്ക്ക് പോകാം. ഫുജറ വരെ ഇനി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ 29 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട്, പുള്ളിക്ക് ആ സാധനവും കൊടുത്തിട്ട് നമുക്ക് നേരെ ഫുജറയ്ക്ക് വിടാം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ മസാഫിയും കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ചായ കുടിച്ചു, നല്ല ചായ കേട്ടോ. ചായയും കുടിച്ച് നേരെ ഇനിയിപ്പം ഇവിടെ നിന്ന് ഫുജറയ്ക്ക് പോകണം. ഫുജറയിലാണ് നമ്മളെ ഏകദേശമുള്ള ഡെലിവറി ഫുള്ള്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുജറയിൽ എത്തിയിട്ടുണ്ട്. ഫുജറ അൽഹയിലാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഫുള്ള് വണ്ടിയും വർക്ക്ഷോപ്പും മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഡെലിവറി ആയിരുന്നത്, ഫസ്റ്റ് ഡെലിവറി. അത് കഴിഞ്ഞാണ് ഉള്ളിലോട്ട് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നല്ല ചൂടാണ് ഗൈസ്, രക്ഷയില്ല. രാവിലെ ഇവിടെ എത്ര മണിയായപ്പോൾ 8:38 ആയതേ ഉള്ളൂ. 8:38. അപ്പോഴത്തേക്ക് ഇമ്മാതിരി ചൂട്. അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോഴാണ് മനുഷ്യൻ ഉരുകും. അതിൻ്റെ കഥയില്ല മക്കളെ. ഇതാണ് അൽഹയിൽ, ഫുജറയുടെ അൽഹയിലാണ് അൽഹയിൽ പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 2-3 കസ്റ്റമേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് അൽഹയിൽ. ഇവിടെ ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ഫുള്ള് ഈ പറഞ്ഞ കണക്ക് വർക്ക്ഷോപ്പും ബിൽഡിംഗ് മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പുകളും ഓട്ടോ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പുകളും എല്ലാം ഇവിടെയാണ്. അപ്പം ഫുജറയില അൽഹയിൽ. അപ്പം നിങ്ങൾ കണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇനി കൽബയിലേക്ക് പോകാം. കൽബയിലേക്കാണ് ഇനി നമ്മൾ പോകണം. കൽബ കഴിഞ്ഞ് നേരെ ഫുജറ സിറ്റി പോകും. അത് കഴിഞ്ഞിട്ട് ഫുജറ മുറബ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകാം. നമുക്ക് നേരെ ഇനിയിപ്പം കൽബയ്ക്ക് പോകാം. ഗായ്സ്, അങ്ങനെ നമ്മൾ കൽബയിലോട്ട് കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ കൽബ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് കൽബയാണ്. അൽഹയിൽ കഴിഞ്ഞ് നമ്മൾ കുറേ ഇങ്ങോ വന്ന് ഇപ്പോൾ ദാ കൽബ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ 2-3 ഡെലിവറീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നേരെ കൽബയിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഇവിടെ ഫുജറയ്ക്കാണ്. ഫുജറ സിറ്റിയിലോട്ടാണ് പോകുന്നത്. ഫുജറ സിറ്റിയിൽ നിന്ന് നേരെ മൊർബ എന്ന് പറയുന്ന ഫുജറയുടെ തന്നെ മൊർബ എന്ന് പറയുന്നത് അവിടെയാണ് പോകുന്നത്. അതും കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന കോർഫക്കാനാണ്. കോർഫക്കാനും കഴിഞ്ഞിട്ട് അടുത്ത് ഗായ്സ് ആ കാണുന്നതാണ് കൽബ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇവിടെയാണ് കൽബ ക്രിക്കറ്റ് സ്റ്റേഡിയം കേട്ടോ. ആ വലിയ ലൈറ്റ് ഉണ്ടോ, അത് അവിടെ. ഗായ്സ്, അങ്ങനെ നമ്മുടെ കൽബയിലെ ഡെലിവറിയൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നേരെ ഇനിയിപ്പം ഫുജറയിലേക്കാണ് പോണത്. ഇതാണ് കൽബ. നല്ല സ്ഥലമാണ്. നല്ല സ്ഥലം എന്ന് വെച്ചാൽ നല്ല സ്ഥലമാണ്. നാട്ടിലെ കണക്കാണ്. ട്രാഫിക്കും ഇല്ല, ഒന്നുമില്ല. നാടിനൊരു ഫീല് കിട്ടുന്നു. ചുറ്റും നോക്കിയാൽ പച്ചപ്പൊക്കെ കാണാം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ. നല്ലൊരു ഫീലാണ് ഇവിടെ. ഫിഷ് മാർക്കറ്റ് ഇതാണ് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് കൽബയിൽ. ഫ്രഷ് മീൻ കിട്ടും, ഫ്രഷ്. ഇവിടെ വന്ന
നല്ല ഫ്രഷ് മീനൊക്കെ കഴിക്കാൻ പറ്റും ഇവിടെ വന്ന് വാങ്ങിച്ചാലേ. ഗായ്സ് അങ്ങനെ നമ്മൾ ഫുജറയിൽ എത്തിയിട്ടുണ്ട്. ഗായ്സ് ഫുജറയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫുജറ. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ നമുക്ക് ഇനിയിപ്പം മൊർബ എന്ന് പറയുന്ന ഫുജറയിലെ മൊർബ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകണം. അപ്പം അങ്ങോട്ടേക്ക് പോകാനുള്ള പുറപ്പാടാണ് നമ്മൾ. പാർക്കാണ് ഫുജറ പാർക്ക്. ഭംഗിയുള്ള പണ്ട് കൊറോണ സമയത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് ക്വാറന്റൈനിൽ ഇരിക്കണമായിരുന്നു. അന്ന് ഞാൻ താമസിച്ച ഫ്ലാറ്റാണിത്. ഈ കണ്ണ് ഇവിടെയാണ് ഞാൻ അന്ന് താമസിച്ചത്. ക്വാറന്റൈൻ ഇരുന്നു ഇവിടെ. അതൊക്കെ ഒരു കാലം മക്കളെ. അപ്പം ഇനി നമുക്ക് ഫുജറ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി മൊർബ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകാം. മൊർബയിൽ 2 കുന്ന് ഡെലിവറി ഉണ്ട്. ഇന്ന് ഫുജറയിൽ ഡെലിവറി ഇല്ല സത്യം പറഞ്ഞാൽ. ഇനി നമ്മൾ നേരെ ഇനി മൊർബ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഫുജറ വന്നപ്പോൾ മറ്റേ ഇത് അംബ്രല്ല ബീച്ച്, അംബ്രല്ല ബീച്ചാണിത്. അന്ന് നമ്മൾ വന്നപ്പോൾ കണ്ടത് നമ്മളെല്ലാവരും ശങ്കരണ്ണൻ നമ്മളെല്ലാവരും കൂടി വന്നപ്പോൾ കണ്ട ആണ് അംബ്രല്ല ബീച്ച്. ഗായ്സ് അങ്ങനെ നമ്മൾ മൊർബയിലെത്തി. കസ്റ്റമറിന് ഡെലിവറി ചെയ്ത് അത് കഴിഞ്ഞ് ഇതാ പോവുകയാണ്. ഇതാണ് മൊർബ. ഇനി ഇവിടെ നിന്ന് നേരെ കോർഫക്കലിലോട്ടാണ് നമ്മൾ പോണത് സുഹൃത്തുക്കളെ. ഇവിടുത്തെ ഡെലിവറി കഴിഞ്ഞു. ഒരു 3-4 ഏരിയാസ് ഉണ്ട് നമുക്ക് ഫുജറയിൽ തന്നെ. ഓടി പെണ്ടാറാണ്. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഡെലിവറി. വലിയ കൂടുതലൊന്നുമില്ല, കുറച്ച് ഡെലിവറി ഉള്ളു. അതുകൊണ്ട് പെട്ടെന്ന് തീരുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇനിയിപ്പോൾ കോർഫക്കലിൽ പോകും. നമ്മൾ കോർഫക്കാൻ എത്തിയിട്ടുണ്ട്. വെൽക്കം ടു കോർഫക്കാൻ സിറ്റി. അങ്ങനെ നമ്മൾ കോർഫക്കാൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മുന്നേ ഒരു പഴയൊരു വീഡിയോയിൽ ഈ വീഡിയോ ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളൊന്ന് കാണിച്ച നല്ല ഭംഗിയല്ലേ. ഓക്കെ, ഇവിടെ കടൽ. ഓക്കെ, റോഡ് സൈഡിൽ ഡേറ്റ്സ് ഒക്കെ പഴുത്തിക്കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. നമുക്കിനിയിപ്പം നേരെ ഇനിയിപ്പം ദിബയിലോട്ടാണ് പോണേ. ഇപ്പം കുറച്ചൊക്കെ കഴിഞ്ഞ് ഇനി ദിബയിൽ പോയിട്ട് നമുക്ക് നമ്മളിപ്പോൾ ദിബ എത്തി കേട്ടോണ്ടോ. നമ്മൾ ദിബ എത്തിയിട്ടുണ്ട്. നോക്കി മലയുടെ അകത്തൂടി ഒരു തുരങ്കം. നോക്കി, ഇതല്ല ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രിഡ്ജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വ്യൂ കിട്ടും പോകാൻ. അതൊരു അടിപൊളി വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. ദിബയിൽ അങ്ങനെ എത്തിയിട്ടുണ്ട് കുട്ടികളെ. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് ഡെലിവറി ഉണ്ട്. അതുകൂടി അടിപൊളി. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നല്ല ഫ്രഷ് കജൂർ കണ്ട. ഫ്രഷ് കജൂർ ഇങ്ങനെ പറിക്കുക.
ഗോഡ് ഉണ്ടോ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളൊരു തരക്ക് വേറെ പഠിക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ടേസ്റ്റാണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വാഷ് ചെയ്യാം. ഗൈസ് ഇത് കണ്ടോ, ഇപ്പം അവിടെ നിന്ന് ഞാൻ പറിച്ചോണ്ട് വന്നതാണ്. ഇത് ഭയങ്കര മെൽട്ടാവും, ഭയങ്കര ടേസ്റ്റാണ്. കണ്ടോ, നമ്മൾ നോർമലി കഴിക്കുന്ന ഡേറ്റ്സ് ഉണ്ട്, ഇത് ഭയങ്കരമായിട്ട് വായിക്കത്തിടുമ്പോൾ ഇങ്ങനെ മെൽട്ടായി പോവാ. ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ടേസ്റ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ അല്ല ഇത്. അതിൻ്റെ ഇത് ഭയങ്കര സ്വീറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റാണ്. ഒരു രക്ഷയില്ലാത്ത ഫ്രഷാണ്, ഫ്രഷ് സാധനം. അതേപോലെ തന്നെ ഇത് ഒരുമാതിരി പച്ചയാണ്, പച്ച വിളഞ്ഞു വരുന്നത്. ഇത് സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഒരുമാതിരി ക്രഞ്ചി കണക്കിരിക്കും. ഇത് നല്ല മധുരമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ഗായ്സ്. അങ്ങനെ എൻ്റെ ഡെലിവറി ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ദിബയിലാണുള്ള. ഇവിടെ നിന്ന് ഫുള്ള് ഡെലിവറിയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡിയായി ഇട്ടിട്ടുണ്ട്. ഫുള്ള് ഡെലിവറി 0 ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ കമ്പനിയിലേക്കാണ് പോകണം സുഹൃത്തുക്കൾ. ഇനി നമുക്ക് കമ്പനിയിൽ പോയിട്ട് കാണാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഓഫീസിലെത്തി. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മളിപ്പം നമ്മളെ ഡെലിവറിയൊക്കെ ഫുജറയിലെ കഴിഞ്ഞിപ്പോൾ എത്തിയുണ്ട്. ഓഫീസിലൊക്കെ കയറി സെറ്റായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക. ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോകൾ വരുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.